കൺസപ്ഷൻ വർദ്ധിച്ച് സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രീതിയിലുള്ള GST റീഫോംസ് നടപ്പിലാക്കിയിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായി. നിഫ്റ്റി 24,734 ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് ഇൻഡെക്സും സ്മാൾ ക്യാപ് ഇൻഡെക്സും ഇന്ന് 0.60% ഇടിയുകയും ചെയ്തു. മാർക്കറ്റിന് അനുകൂലമായ രീതിയിലുള്ള GST റീഫോംസ് വന്നിട്ടും മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3 കൂടിയേ ഈ GST റീഫോംസിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ മാർക്കറ്റിൽ പ്രകടമാവൂ അല്ലെങ്കിൽ എക്കോണമിയിൽ പ്രകടമാകൂ എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ സെല്ലിങ്ങും അമേരിക്ക ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫും ഷോർട്ട് ടൈമിൽ ഇന്ത്യൻ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിച്ചേക്കും. ഇതിനു മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായത്. ഇന്ന് ഫസ്റ്റ് ഹാഫിൽ മാർക്കറ്റിൽ മികച്ച മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചു. അതേസമയം സെക്കൻഡ് ഹാഫിൽ ഈ മൂവ്മെൻറ്റിന് പ്രൊപ്പോർഷണലായ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ചെയ്തു. ഓട്ടോ, കൺസ്യൂമർ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. GST റീഫോംസിൻ്റെ നേട്ടം ഈ രണ്ട് സെക്ടറുകൾക്കായിരിക്കും ഏറ്റവും അധികം ഉണ്ടാവുക എന്നാണ് അനലിസ്റ്റുകളും പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് വീണ്ടും 24,400-നും 24,900 എന്നീ റേഞ്ചിലെ കൺസോൾട്ടേഷൻ റേഞ്ചിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും വർദ്ധിച്ചു വരികയാണ്. ഇന്നത്തെ മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിച്ചാൽ ഓട്ടോ സെക്ടറിലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 5% ഉയർന്ന് ടോപ്പ് ഗെയിനറായി മാറി. ബജാജ് ഫിനാൻസ്, അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അതേസമയം HDFC ലൈഫ് ഇൻഷുറൻസ്, ടാറ്റ കൺസ്യൂമർ, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഒട്ടുമിക്ക സെക്ടറുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു. PSU ബാങ്ക് 1%, ഓയിൽ ആൻഡ് ഗ്യാസ് 0.96%, IT 0.94%, റിയാലിറ്റി 0.78%, മെറ്റൽ 0.62% ഇടിഞ്ഞു. ഇനി ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ 4,280 സ്റ്റോക്കുകളിൽ 1,880 സ്റ്റോക്കുകൾ പോസിറ്റീവ് സൈഡിലും 2,325 സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിലുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസുമാണ് മാർക്കറ്റിലുള്ളത്. അതായത് 21-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. ഇതിന് തൊട്ട് താഴെയാണ് മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. 24,750 മുകളിൽ മാർക്കറ്റ് 24,780 എന്ന റേഞ്ചിനെ ഡിസിസീവായി ബ്രേക്ക് ചെയ്തതിന് ശേഷം 24,800 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. മാർക്കറ്റ് 25,000-ലേക്ക് നീങ്ങിയേക്കും. അതേസമയം 24,600 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കും. 24,600 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ വീണ്ടും മാർക്കറ്റ് 24,500, 24,400 തുടങ്ങിയ ലെവലുകളെ റീടെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. GST റീഫോംസിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം പ്രകടമായത് സ്റ്റേഷനറി സെക്ടറിലെ സ്റ്റോക്കുകളിലാണ്. സ്റ്റേഷനറി സെക്ടറിലെ പല സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ക്രയോൺസ്, പെൻസിൽസ്, ഡ്രോയിങ് ചാർക്കോൾ, ചോക്ക് സ്റ്റിക്സ് എന്നിവയ്ക്ക് മുകളിലുള്ള GST 12%-ൽ നിന്നും 0%-ലേക്ക് മാറിയത് സ്റ്റേഷനറി സെഗ്മെൻറ്റിൽ ഒരു ഉണർവിനും സ്റ്റേഷനറികളുടെ സെയിൽസ് വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രൈമറി സ്റ്റേഷനറി സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. സ്റ്റേഷനറി സെഗ്മെൻറ്റിൽ നിന്നും നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന 2 സ്റ്റോക്കുകൾ ഡോംസ് ലിമിറ്റഡും ലിങ്ക് ലിമിറ്റഡ് എന്നീ സ്റ്റോക്കുകളാണ്. ഡോംസ് ഇൻഡസ്ട്രീസ് ഫണ്ടമെൻ്റലി മികച്ച സ്റ്റോക്കാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പ്രൈമറി സ്റ്റേഷനറി വിങ്ങിൽ കമ്പനിയുടെ റവന്യൂ 26.4% വർദ്ധിച്ച് 5,623 മില്യൺ രൂപയായി ഉയരുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഡോംസ് എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 3,000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന ഡോംസ് 2,280 വരെ ഇടിയുകയും 2,280-ൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് 2,500-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയുമാണ്. ഇവിടെ 2,500 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 3,000-ന് ശേഷം മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ലെവലിലുള്ള ഒരു ബ്രേക്കൗട്ട് എന്നിവ ഡോംസിൽ നിന്നും പ്രതീക്ഷിക്കാം. കൂടാതെ ഡോംസ് എന്ന സ്റ്റോക്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിങ്ങും മികച്ചതാണ്. മറ്റൊരു സ്റ്റോക്ക് ലിങ്ക് ലിമിറ്റഡ് ആണ്. ലിങ്ക് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 120 എന്ന ലെവലിൽ എത്തിയതിന് ശേഷം 135-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 140-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ സ്റ്റോക്കിൽ നിലനിൽക്കുന്ന ബിയറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് അവസാനിച്ചെന്നും ട്രെൻഡ് റിവേഴ്സൽ വന്നെന്നും നമ്മൾക്ക് ഉറപ്പിക്കാം. ഇവിടെ നിന്നും 150, 160 പോലുള്ള ടാർഗറ്റാണ് എയിം ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്